ഇവിടെ ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അകത്ത് ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്ന വഴിയിൽ കണ്ടതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു ഘോഷയാത്ര വരുന്നുണ്ട്. അപ്പം തീവെട്ടിയൊക്കെ ആയിട്ട് അവിടുന്ന് ഘോഷയാത്ര വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒന്ന് സൈക്കിൾ നിർത്തിയതാണ്. ഇനിയിപ്പോൾ ഇവർ ഓട്ടോക്കാർ ഓടിക്കുമെന്ന് എനിക്കറിയില്ല. ഘോഷയാത്ര അവിടുന്ന് പോരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഇലുമിനേഷനൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന കവാടം. ഏതൊക്കെയാലും ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. കുഞ്ഞിക്കിച്ച ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സാരമില്ല. ഇവിടെ വന്നപ്പോഴത്തേന് ഇത് കണ്ടില്ലെങ്കിൽ മാംഗ്ലൂരുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരു രഥം കണ്ട്, ചിലപ്പോൾ ആ രഥവും ഈ ക്ഷേത്രത്തിലോട്ട് വരാനുള്ളതായിരിക്കും. അപ്പുറത്ത് അലങ്കാരപ്പണികൾ നടത്തുന്നുണ്ട് ആ രഥത്തിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് കയറി പോകുന്നതെന്നറിയില്ല. അപ്പോൾ അത് ഇതുണ്ടോ, സാക്സഫോൺ വെച്ചാണ് വായിക്കുന്നത്. സാക്സഫോണാണ് കേട്ടോ. രഥമാണ് വരുന്നത്. തീവെട്ടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രത്യേകതരം തീവെട്ടിയാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. क्या? मैं केरला से कश्मीर जा रहे हैं साइकिल से. പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അതായത് ട്രാഫിക്കിലുള്ള ആളാണ്. ആ ഏ സൈക്കിൾ ഹാജി. അപ്പോൾ ഈ രഥഘോഷയാത്ര പോവുകയാണ്. പല്ലക്കാണ്, പല്ലക്ക് ഘോഷയാത്രയാണ് കേട്ടോ. പല്ലക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഗണപതിയാണ്. അപ്പം നമുക്കൊരു അസുലഭ മുഹൂർത്തമാണ് കിട്ടിയത്. ഈ ക്ഷേത്രത്തിലെ മുഴുവൻ തെലുങ്കിൽ കന്നഡയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം ഇത് ഏത് ക്ഷേത്രമാണെന്നൊക്കെ. ഗണേശ ക്ഷേത്രമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ ഘോഷയാത്ര അമ്പലത്തിനുള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് വലം വെച്ച് പോകാമെന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് കിടക്കാൻ വേണ്ടി ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞ്. അങ്ങനെ ഇനി 10 മണി വരെയാണ് ഈ പമ്പ് ഉള്ളത്. കാരണം 10 മണി വരെ ആക്റ്റീവാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ലോഡുകളും എല്ലാം കുറയും. ആ സമയത്ത് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഗ്യാസ് ഉള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ മാറ്റി ഞാൻ കുഞ്ഞിനെ വെച്ചിരിക്കുകയാണ്. സൈക്കിളും കുഞ്ഞിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഈ ടവറിൻ്റെ ഇവിടെ ഒരു ബോർഡുണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത്. പുതിയ ബോർഡാണ് കേട്ടോ.
എൻ്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ മറച്ച് കെട്ടിയിരിക്കുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല. അത് ഇവിടെ 2 നായ്ക്കൾ നടപ്പുണ്ട്, അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവളെ മറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ അവൾ കിടന്ന് ഉറങ്ങുകയാണ്. ഞാനിവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെൻ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പം പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിടണം. 10 മണി കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനുള്ള പണി നോക്കണം. അപ്പോൾ ശരി, നമ്മൾ പവർ ബാങ്ക്. അപ്പോഴത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് നമുക്ക് കിടക്കാനുള്ള സ്ഥലം കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോഴത്തെ ഈ സൈഡിൽ ചേർത്ത് ഞാൻ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. സൈക്കിളും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കുഞ്ഞി എന്ത് ചെയ്യുമെന്ന്. കുഞ്ഞിപ്പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് കയറ്റി കേട്ടോ. അവൾ പിന്നെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചാടി ടെൻറ്റിൻ്റെ അകത്ത് കയറും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവൾ അന്നേരം ബഹളം വെക്കും. ടെൻറ്റിൻ്റെ അകത്ത് കയറിയില്ല, അവൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ടെൻറ്റ് തുറന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേറെ ആരെയല്ല, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ടെൻറ്റിൻ്റെ അകത്ത് അവിടെ ഷീറ്റൊക്കെ കയറി കിടക്കുന്നത്. അവിടെ ഷീറ്റൊക്കെ ഇറക്കുന്നത് കണ്ട അവളിങ്ങനെ ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. കിടന്നു കിടന്നു. അത് ഇതുണ്ടോ, അതെ അവിടെ ഷീറ്റയിൽ അവൾ കിടന്നു. ഇനി ആർക്കും അതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ടോ, 1-2 പേര് ഇവിടെ ഉണ്ട്, കാവൽക്കാരാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ ആ സൈഡിലോട്ടാക്കി. സാറിന് ഇങ്ങനെ സൈഡിലാണ് അവൾ കിടക്കാറത്. എന്താ ആശാത്തി ഇതേ അവിടെ ഷീറ്റൊക്കെ കയറി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെ വീഡിയോ എഡിറ്റിങ്ങിലോട്ട് പോവുകയാണ്. ഒരു സൈക്കിൾ ഇവിടെയുണ്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം അല്ലേ കുഞ്ഞി? നാളെ രാവിലെ കാണാം അല്ലേ? ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ തന്നെ പുറപ്പെടുകയാണ്. ഇപ്പോൾ സമയം 6:10 6:15 ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മണിയോടെ ഇവിടുന്ന് യാത്ര തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടുന്ന് ഒരു ചായ കുടിക്കണം. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ യാത്ര തുടങ്ങാം. അപ്പോൾ ശരി, നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ രാവിലെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ ചെറിയ യാത്രയല്ല. ഇൻഡോറിൽ കിടക്കുന്ന NH66 വലിയ വലിയ വണ്ടികളുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. അത് ഇച്ചിരി അപകടങ്ങളുടെ യാത്രയാണ്. ഇതൊരു 11 കിലോമീറ്റർ നമ്മൾ രാവിലെ യാത്ര ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു നെയ്ബർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ ആണുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 8:30 നമ്മൾ പതിയെ യാത്ര ചെയ്യുകയാണ്. ഘാട്ടുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഘാട്ടുകളൊക്കെ കുറവാണ്. ഘാട്ടെന്ന് പറഞ്ഞാൽ കയറ്റങ്ങൾ. അപ്പോൾ കയറ്റങ്ങളൊക്കെ കുറവായതുകൊണ്ട് മാറ്റി റോഡിൽ ചവിട്ടി പോവുകയാണ്. വണ്ടികളുടെ ബാഹുല്യം രാവിലെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് കുറയും. അപ്പോൾ നമ്മൾ പതിയെ പോവുകയാണ്. മംഗലാപുരം മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ ഷിരൂർ റൂട്ടിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. NH66 സാധനങ്ങളൊക്കെ നമ്മളെ വഴി തടയാൻ വേണ്ടി നിർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, പറഞ്ഞു തീർന്നില്ല. ഫസ്റ്റ് നമ്മളെ തടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ. 1-2 അല്ല, 2 വണ്ടി മൊത്തത്തിൽ തടഞ്ഞിരിക്കുകയാണ്. ഹലോ, बच्चा बड़े बड़ा फोटो लेंगे बड़ा आ गया अरे सबको इधर आ रहा सबको इधर आ रहा ये तो സൈഡ് ഇതാണ് ഗോപിച്ചേട്ടൻ.
അപ്പോൾ ചേട്ടായി കുറേ കാലമായി ഇവിടെ അല്ലേ? എത്ര വർഷമായി? 35 വർഷമായിട്ട് നമ്മുടെ മാംഗ്ലൂർ തന്നെയാണ്. ഇവിടെ അടുത്ത വീടല്ലേ? അപ്പോൾ സെറ്റ് അടിപൊളി. എന്നാൽ ഞാൻ മാറിക്കോട്ടെ. ഓക്കെ, അപ്പോൾ കാണാം. പേര് ജോപ്പൻ. അതെ. അപ്പോൾ ഗോപിച്ചേട്ടനെയും മൈസൂരിൽ നിന്ന് വന്ന ഫാമിലീനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചൊക്കെ പോകുന്നുണ്ട്. ബീച്ച് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? അറിയത്തില്ലല്ലോ, എനിക്കും അറിയത്തില്ല എന്ന് ഞാൻ പറയുകയില്ല. അത് നമ്മുടെ വെയിറ്റ് എടുക്കുന്ന വണ്ടിയാണ്. കേരളത്തിൽ വല്ലയിടത്തും കാണും, കൃത്യമായിട്ടൊക്കെ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എല്ലായിടത്തും കാണും. തമിഴ്നാട്ടിലാണ് ട്രാക്ടറായിട്ട്. ട്രെയിലറുകൾ ധാരാളം വന്ന് കിടപ്പുണ്ട്. അവരുടെ ഒരു ഏരിയയാണ് ലോറിത്താവളം. അവിടെ തന്നെ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി. പോർട്ടിലോട്ട് കയറാനുള്ള വണ്ടികളാണ്. ഇവിടെ ഒരു നല്ല ഹെൽമെറ്റ് കിടപ്പുണ്ട്, പൊട്ടിപ്പോയി. സ്ട്രാപ്പ് പൊട്ടിയില്ല. കളിച്ചു നോക്കി പോകുന്നവരുണ്ട്, ചിരിച്ച് നോക്കി പോകുന്നവരുണ്ട്. ഇപ്പോൾ വന്ന ഫാമിലി നമ്മളെ ഫോളോ ചെയ്യുന്ന ഫാമിലിയാണെന്നാണ് പറഞ്ഞത്. അവർ നമ്മളെ കേരളത്തിൽ കൂടെയുള്ള യാത്രയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഈ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള യൂട്യൂബേഴ്സൊക്കെ ഇട്ട വീഡിയോസ് കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്ത ആൾക്കാരായിരിക്കും. മംഗലാപുരത്ത് മാത്രമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കർണാടകയുടെ ഉൾഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്തെല്ലാം കാണേണ്ടിയിരിക്കുന്നു. രണ്ട് ഏരിയയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൈപ്പ് ലൈൻ പോയിരിക്കുന്നതാണ്. ഹൈവേ ക്രോസ് ചെയ്യും. അവിടുത്തെ കെമിക്കൽ പ്ലാന്റുകളിൽ നിന്ന് പ്ലാന്റുകളിലോട്ടുള്ള ഇതാണ് നോ പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ലൈനുണ്ടോ, റെയിൽവേ ലൈനുണ്ട്, സാധനങ്ങൾ വരുന്ന ഇതെല്ലാം ഈ ഹൈവേ ക്രോസ് ചെയ്താണ് പോകുന്നത്. അവിടെയൊക്കെ റയറായിട്ടായിരിക്കും ഇത് വരുന്നത്. പിന്നെ ഈ ബൈ റോഡ് നമ്മൾ കണ്ടിരിക്കുന്ന ഇപ്പുറത്ത് നമ്മുടെ ലെഫ്റ്റിലുള്ള റോഡുകൾ പോർട്ടിലോട്ട് വരുന്ന വണ്ടികളുടെയാണ്. അതിപ്പോൾ പോർട്ടിൽ നിന്ന് സാധനങ്ങൾ പൈപ്പ് ലൈൻ അങ്ങോട്ട് വിടുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ ഇതാണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. കാരണം കേരളത്തിൽ നല്ല മഴയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇന്ന് 11 കിലോമീറ്റർ പോയി അവിടെ എത്തിയാൽ അങ്ങനെ നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ സംസ്ഥാനം കേരളം കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയിലോട്ട് കയറി. അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. കർണാടകയിലോട്ട് കയറിയതിൻ്റെ രണ്ടാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം ഏപ്രിൽ 1. അത് നമ്മൾ മറക്കില്ല. ഏപ്രിൽ 1 രാവിലെ നമുക്ക് പറ്റ് വേറെ ഒന്നുമല്ല. ഞാൻ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഉടുമ ഇപ്പുറത്ത് ഉടുമയ്ക്ക് റൂട്ടാന്ന് തോന്നുന്നു. അതെ, നമ്മളെ ഉടുമ ഉപ്പള. അതിന് മുമ്പായിട്ട് രാവിലെ പണി കിട്ടിയതാണ്. അന്നേരം തൊട്ട് നമുക്കിപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഏപ്രിൽ ഫൂളാക്കിയ ഒരു ഹോട്ടലുകാലമാണ്. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് ഹോട്ടൽ. ഭാരം കയറി നമ്മൾ അപ്പുറത്ത് ചെന്നു. അപ്പുറത്ത് ചെന്നപ്പോൾ കണ്ട അവസ്ഥയെന്ന് പറഞ്ഞു. ഓക്കെ സെറ്റ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. രാവിലെ പയറാണ് കഴിച്ചത്. ഇന്നല്ല കേട്ടോ, ഇന്നത്തെ കാര്യമാണ്. അപ്പോൾ പയറൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ചെറിയൊരു ഫ്ലാസ്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ അകത്ത് കുഞ്ഞിക്കുള്ള ഹോർലിക്സ് വാങ്ങിക്കാൻ വേണ്ടി പിന്നെയും തിരിച്ചിറങ്ങി. തിരിച്ച് ചെന്ന് അവരോട് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയേക്കും. കാരണം പല ദിവസം നമ്മൾ എടുത്തിട്ട് നമ്മൾ സാറിന് വെള്ളത്തിൽ കഴുകുന്നതല്ലേ. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒരു 2 ഹോർലിക്സ് വേണമെന്ന് പറഞ്ഞു. ആ ഓണർ വെളിയിലോട്ട് പോയ സമയമായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫോ ജോലിക്കാരിയോ ആണ്. പുള്ളിക്കാരി അവിടുത്തെ ചായ അടിക്കുന്ന പുള്ളിയോട് ചോദിച്ചു. അതെ, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അന്നേരം
പുള്ളി ഓർത്ത് നമ്മൾ ചൂടുവെള്ളം കൊണ്ടുപോകാനായിരിക്കും, ഹോർലിക്സ് പറഞ്ഞത് വേറെ വല്ലവർക്ക് കാണാനായിരിക്കും വിചാരിച്ചത്. ഏതായാലും പുള്ളിക്കാർ അതിൻ്റെ അകത്ത് ചൂടുവെള്ളം നിറച്ച് ഇങ്ങോട്ട് തന്നു. ഞാൻ ആ സമയത്ത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി കൗണ്ടറിലോട്ട് പോയി. കൗണ്ടറിലേക്ക് അത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാർ എൻ്റെ ഫ്ലാസ്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി ഹോർലിക്സ് എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനവിടുത്തെ ഹോർലിക്സ് ആണ്. അത് കഴിഞ്ഞ് ഒരു 7 കിലോമീറ്റർ ഞാൻ ചവിട്ടി. അന്നേരമാണ് ഒരു തണൽ കിട്ടുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഇറക്കണം, കുഞ്ഞിന് ഫുഡ് കൊടുക്കണം, അതൊക്കെ ചിന്തിച്ച് തണൽ നോക്കി ഇറങ്ങിയതാണ്. ഇറങ്ങി ഫ്ലാസ്ക് തുറന്ന് നോക്കുമ്പോൾ കിടക്കും ചൂടുവെള്ളം. പിന്നെ ആ 7 കിലോമീറ്റർ തിരിച്ച് ചവിട്ടി. കാരണം മറ്റൊന്നുമല്ല, 30 രൂപ കൊടുത്താണ്. 30 രൂപ എന്ന് പറഞ്ഞാൽ യാത്രയിൽ 3000 രൂപയുടെ പ്രയോജനം ചെയ്യുന്ന സംഭവമാണ് 30 രൂപ. അങ്ങനെ നമ്മൾ 30 രൂപയ്ക്ക് സംഭവം സെറ്റ് ചെയ്ത് തിരിച്ച് 7 കിലോമീറ്റർ ചവിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹോർലിക്സ് അവിടെ ഇരിക്കുന്നു. പച്ചവെള്ളം ചൂടുവെള്ളം തിരിച്ചു കൊടുത്ത് വീണ്ടും ഹോർലിക്സ് വാങ്ങിച്ച് അതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് തന്നെയാണ്. അതുകൊണ്ട് കുഞ്ഞിക്ക് ഇന്നലെ ഫുഡ് കൊടുക്കാനൊക്കെ താമസിച്ചു. അങ്ങനെ രാവിലെ കടക്കാർ നമ്മളെ ഏൽപ്പിച്ചതാണ്. ഉഗ്രം കടക്കാർ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഓണറൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ പുള്ളിയോട് പോയി അവസാനം നമുക്ക് സംസാരിക്കേണ്ടി വന്നു. കാരണം പുള്ളിക്കാരിക്ക് അറിയാമല്ലോ ഏതൊക്കെയാലും ഞാൻ വേറെ ഒരു സാധനമായിട്ട് അവിടെ വന്നിട്ടില്ലെന്ന്. കാരണം അത്രയും ബോധേ ഉള്ളൂ കേട്ടോ ആൾക്കാർക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ ബോർഡർ ഏരിയയിൽ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു തുളുവാണോ സംസാരിക്കുന്നത്, കന്നഡയാണോ സംസാരിക്കുന്നത്, മലയാളമാണോ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത് ഒരു പിടുത്തമില്ല. കാരണം 3-4 ഭാഷകൾ മിക്സായി കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കാസർഗോഡിൻ്റെ ഇങ്ങേയറ്റം. അതുകൊണ്ട് അവിടെ മുഴുവൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കന്നഡ മാത്രമേ ഉള്ളൂ, തുളുവൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ ഏരിയയിൽ. പിന്നെ അവർ പറയുന്ന മലയാളം നമുക്ക് തീരെ മനസ്സിലായി വരാം. കാരണം അവർ ഈ തുളുവും കന്നഡയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഒരുമാതിരി മലയാളം അറിയാം, പക്ഷേ കന്നഡ ചേർന്ന മലയാളമാണ്. എന്നാലും നല്ല നമുക്ക് മനസ്സിലാവുന്ന കന്നഡയല്ല മലയാളമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ യാത്രയുടെ കുറ്റംപറച്ചിൽ. അപ്പോൾ കുറ്റംപറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പമ്പുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. ഇഷ്ടം പോലെ പമ്പുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഹൈവേയിൽ കുറേ ദൂരത്തേക്ക് പമ്പ് കാണിയാല. അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. കിടക്കുന്നത് വൈകിട്ടത്തെ കാര്യമാണ് പറഞ്ഞത്. എവിടെയെങ്കിലും പമ്പ് കിട്ടാതിരിക്കുകയില്ല, വലിയ ഹൈവേ അല്ല. അത് നമ്മൾ എവിടെയെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴത്തേ ഞാൻ സുറക്കലിലൂടെ വരുന്ന വഴിയാണ്. നമ്മുടെ ബൈജു ചേട്ടൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല കേരള അവിൽ മിൽക്ക് ഒരു കുലുക്കി അടിക്കാൻ പോവാണ്. നല്ല മുളകൊക്കെ ഇട്ടിട്ട് ഒരു വെടിക്കെട്ട് കുലുക്കി ഇട്ട് എനിക്ക് ഉണ്ടാക്കി തരും. ഭായ് आपका नाम क्या है? ഇക്ബാൽ. ഇക്ബാൽ. ആ ഇക്ബാൽ ഭായ് എനിക്കൊരു അടിപൊളി കുലുക്കി ഉണ്ടാക്കി തരാൻ പോവാണ്. കസ്കസൊക്കെ ആവശ്യത്തിന് വാരി വാരി ഇട്ടിട്ടുണ്ട്. ഒരു നാരങ്ങ രണ്ടായിട്ട് കീറി അതിലൊന്ന് പിഴിഞ്ഞ് അങ്ങനെ കുലുക്കി അടിക്കാൻ പോവാണ്. 2 തട്ടൻ 4 മുട്ട കുലുക്കി റെഡി. എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ ഇവിടെ. സൂപ്പർ. ആപ്കാ മർജി. ആ പൈനാപ്പിൾ അടിപൊളി. പൈനാപ്പിൾ ഫ്ലേവർ ഇട്ടാണ് അടിക്കാൻ പോകുന്നത്. കുറേ കാലമായി പൈനാപ്പിൾ അടിച്ചിട്ട്. എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ. സർവ്വ ഫ്ലേവറും ഉണ്ട്. പിന്നെ ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്. ഏതായാലും നല്ല ചൂട്. അപ്പോൾ ഒരു മുളക് വീച്ചി ഒരു കുലുക്കി അങ്ങ് അടിക്കുക. 2 തട്ട് 4 കുട്ട് കൊടുക്കിലറി കണ്ടാ. ആ കുലുക്ക് കണ്ട, കുലുക്ക്. ഇതാണ് കുലുക്കി. അത്രയേ ഉള്ളൂ. പരിപാടി റെഡി, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നീട്ടി വലിച്ചൊരു കുടി, അതാണ് കുലുക്കി.
സ്ട്രോ ഇട്ട് കുലുക്കി അടിക്കുക കേട്ടോ. സ്ട്രോ ഇട്ടാണ് കുലുക്കി കഴിക്കുന്നത്. ഇല്ല, ആദ്യമായിട്ടാണ് കുലുക്കി ഇവിടുന്ന് കഴിക്കുന്നത്. നേരത്തെ കേരളത്തിൽ 100 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, കോഴിക്കോട്.